ഹായ്, അങ്ങനെ പോണ്ടിച്ചേരി വിശേഷങ്ങളുടെ ഫൈനൽ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇത് സെറെനിറ്റി ബീച്ചിലെ സൺറൈസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു സൺറൈസ്. ഞങ്ങളെപ്പോഴും വരാറുള്ളതാണ്. അങ്ങനെ പതിവ് പോലെ ഞങ്ങൾ നൈറ്റ് പ്ലാൻ ചെയ്തിട്ട് കിടന്നു. അതിരാവിലെ എഴുന്നേറ്റിട്ട് സൺറൈസ് കാണാൻ വരണം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ വരുമ്പോഴത്തേനും സൂര്യൻ നല്ല രീതിയിൽ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എത്ര ക്യാമറയിൽ പകർത്തിയാലും അവിടെ ഇത് നാച്ചുറലായിട്ട് കാണുന്നതും അതുപോലെ തന്നെ ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് നല്ല രീതിക്ക് തന്നെ അവിടുന്ന് കിട്ടും. ഈ ഒരു സൺറൈസ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും മിസ്സാക്കാത്ത ഒന്നാണ് ഈ ഒരു സൺറൈസ്. ഈ ഒരു സൺറൈസ് മാത്രമല്ല, ഈ സൺറൈസിന് ശേഷമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും. സൺറൈസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാറുള്ളത് ഒറോവിൽ ബേക്കറിയിലോട്ടേക്കാണ്. അങ്ങനെ പതിവ് പോലെ ഞങ്ങൾ ഈ ഒരു സൺറൈസിന് ശേഷവും ഒറോവിൽ ബേക്കറിയിലോട്ടേക്കാണ് പോയത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവാണ്, എന്നാലും നല്ല അടിപൊളി ആംബിയൻസും നല്ല ഫുഡാണ് അവിടെ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ സമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് സ്വസ്ഥമായിട്ട് ഇറങ്ങിയത് സൗണ്ട് ഗാർഡനിലേക്ക് പോകാനായിരുന്നു. ഇതാണ് സ്വരം സൗണ്ട് ഗാർഡൻ. ഇവിടേക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. എൻട്രി ഫീസ് 150 രൂപയായിരുന്നു ഒരാൾക്ക്. ഇത് വളരെ നാച്ചുറലായിട്ടുള്ളൊരു പ്ലേസാണ്. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല രീതിക്ക് വെയിലടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൗണ്ടുകളൊക്കെ ഇവിടെ സൗണ്ട്സിനായിട്ട് ഒരുപാട് ഡിവൈസസൊക്കെ മെറ്റൽസൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലാണ്ട് മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഓരോ ഡിവൈസസും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം ഞാനിങ്ങനെ ട്രൈ ചെയ്തു. വേറെയും ഒരുപാട് സൗണ്ടുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. നേരെ വീണ്ടും റൂമിലോട്ടേക്ക് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വേണമായിരുന്നു വൈറ്റ് ടൗണിൽ പോകാനായിട്ട്. ഇപ്രാവശ്യം വന്നിട്ട് വൈറ്റ് ടൗൺ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരിച്ച് റൂമിലോട്ടേക്കാണ്. തിരിച്ച് റൂമിലെത്തി ഡ്രസ്സ് മാറിയിട്ട് വേണം തിരിച്ച് നാട്ടിലോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ വൈകുന്നേരം ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി പോകുമ്പോൾ മനസ്സ് മൊത്തം ഇവിടേക്ക് ഇനി എന്നാ വരാൻ പറ്റുക എന്നുള്ള ചിന്തകളായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും വരാമെന്നുള്ള പ്രതീക്ഷയിൽ പോവാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക.